അപ്പൊ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം തുടരും എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്, കേരള കളക്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 100 കോടി കടന്ന മലയാളത്തിലെ ഏക ചിത്രമായി തുടരും മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ തുടരും എന്ന ചിത്രം ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 2,35,00,000-ഓളമാണ്. അങ്ങനെ 100,55,00,000 തുടരും എന്ന ചിത്രം എത്തിയിരിക്കുന്നു എന്നാണ് സന്തോഷപൂർവ്വം അറിയിക്കാനുള്ളത്. അപ്പോൾ തുടരും കഥകൾ ഇങ്ങനെ തുടരുകയാണ് അല്ലേ. മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം അന്ന് റിലീസ് ചെയ്തപ്പം ആരെങ്കിലും ഇത്രമേലൊക്കെ പ്രതീക്ഷിച്ചോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ചെറിയ 100 കോടിയെങ്കിലും നേടിയാൽ മതി എന്നായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ധരിച്ചിരുന്നത്. അപ്പം ഇത് അതുക്ക് മേലെ വന്നിരിക്കുകയാണ്. അപ്പോൾ 200 കോടി കടന്നു. 200 കോടി കടന്ന് അത് എവിടം വരെ എത്തും എന്ന് നമുക്കൊന്ന് നോക്കാം. വേൾഡ് വൈഡ് കളക്ഷൻ കാണിക്കുന്നത് 210,75,00,000 രൂപയാണ്. പക്ഷേ അതിനകത്ത് ഇന്ത്യ ഗ്രോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ 120 കോടിക്ക് മുകളിൽ. പക്ഷേ ഓവർസീസിൻ്റെ കളക്ഷൻ ഇന്നലത്തെ കളക്ഷൻ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു കാണുന്നു. അപ്പം കൃത്യമായിട്ട് ഓവർസീസ് കളക്ഷൻ വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അങ്ങനെയെങ്കിൽ ഓവർസീസ് കളക്ഷനും കൂടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 213 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം 213 കോടിയെങ്കിലും പ്രതീക്ഷിക്കാം ഇന്നലെ കൊണ്ട് ചിത്രം. അപ്പോൾ ഇന്നും മികച്ച കളക്ഷൻ തന്നെ കിട്ടട്ടെ അല്ലേ. ഇന്ത്യ ഗ്രോസ് കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. കർണാടകത്തിൽ നിന്ന് ഇന്നലെ 5 ലക്ഷം രൂപയാണ്, 5 കോടിയുടെ കണക്കാണ് വരുന്നത്, 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7,61,00,000 കർണാടക കളക്ഷൻ എത്തിയിരിക്കുന്നു. ആന്ധ്രയിൽ നിന്ന് 7 ലക്ഷം നേടിയ ഈ ചിത്രം 3,39,00,000 നേടിയിരിക്കുന്നു. ആന്ധ്രയും തെലുങ്കാനയും അടങ്ങുന്ന സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് 15 ലക്ഷം ഇന്നലെ കളക്ട് ചെയ്ത ചിത്രം 5,03,00,000 കടന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2,35,00,000, 100,55,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യ 3 ലക്ഷം, 4,02,00,000. അങ്ങനെ ഇന്ത്യ ഗ്രോസ് ആയിട്ട് കാണിക്കുന്നത് 120,60,00,000. അപ്പം ഇതാണ് തുടരും സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ. അപ്പം ഇന്ന് സാമാന്യം മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ ടൈം വരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 75 ലക്ഷത്തിന് മുകളിൽ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പം 2 കോടിക്ക് അടുത്തുള്ള ഒരു തുക തന്നെ ഇന്നും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രം 2 കോടിയൊക്കെ കളക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പുതിയ റിലീഫ് ചിത്രങ്ങൾ പോലും അങ്ങനെ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അപ്പം തുടരും എന്ന ചിത്രം ഇങ്ങനെ ജൈത്രയാത്ര തുടരട്ടെ. നമുക്ക് വീഡിയോയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. അപ്പം തുടരും ചിത്രം ഇങ്ങനെ ജൈത്രയാത്ര തുടരുമ്പോൾ ചില രസകരമായ സംഭവങ്ങൾ സിനിമാ മേഖലയിലും സംഭവിക്കുന്നുണ്ട്. ഒരു ചിത്രത്തെ പേടിച്ച് പല ചിത്രങ്ങളും റിലീഫ് മാറ്റി വെക്കുക. അത്ഭുതകരം അല്ലേ? എന്നാൽ കേട്ടോളൂ. തുടരും എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മെയ് 30 വരെ എല്ലാ തിയേറ്ററിലും, ഇപ്പം തന്നെ പ്രമുഖ തിയേറ്ററിലെല്ലാം തന്നെ തുടരും തന്നെ സിനിമ തുടരും എന്നാണ്. അപ്പം ചില ചിത്രങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. സതീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ലൗലി മെയ് 1 റിലീഫ് ചെയ്യാതിരുന്നത് മെയ് 16 മാറ്റിവെച്ചു. അതുപോലെ മെയ് 16 റിലീഫ് ചെയ്യാനിരുന്ന ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം അത് മെയ് 23 മാറ്റിവെച്ചു. ടൊവിനോ നായകനായ നരിവേട്ട മെയ് 16 റിലീഫ് ചെയ്യാനിരുന്നതാണ്, അത് 23 മാറ്റിവെച്ചതായിട്ട് പറയുന്നു. മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് നരിവേട്ട ഒരുക്കുന്നത്. അനുരാജ് മനോഹരനാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ചിത്രങ്ങളും മാറ്റിവെക്കുന്ന തിരക്കിലാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച കണ്ടം ഇറങ്ങാനിരുന്ന ചിത്രമായിരുന്നു സുമതി വളവും മാറ്റിവെച്ചതായിട്ടാണ് അറിയുന്നത്. അപ്പം കൃത്യമായിട്ട് ഒരു തിയേറ്ററിൽ നിന്നും ഒരു സിനിമയെ പറ്റിയുള്ള റിലീഫിൻ്റെ തീയതി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അവരെല്ലാവരും നോക്കി കാണുകയാണ് തുടരും എവിടം വരെ പോകും എന്ന്. സിനിമാ മേഖലയിലുള്ളവരും നോക്കി കാണുകയാണ്. അതിനുശേഷം
സിനിമകൾ റിലീഫ് ചെയ്യാം എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എൻ്റെ നോട്ടത്തിൽ അത് കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം ഈ പ്രിൻസ്, പടക്കളം, സർക്കിട്ട് എന്നീ ചിത്രങ്ങൾ, 3 ചിത്രങ്ങൾ ഇച്ചിരി വൈകി തുടരു എന്ന ചിത്രത്തിൻ്റെ തരംഗം കഴിഞ്ഞതിന് ശേഷം റിലീഫ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും മികച്ച കളക്ഷൻ നേടാൻ പറ്റിയേനെ. പ്രത്യേകിച്ച് പ്രിൻസും പടക്കളവും ഇത് രണ്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് മറുസൈഡ് നടക്കുന്നത് തുടരു എന്ന ചിത്രമാണ്. തുടരു എന്ന ചിത്രത്തെ പകഞ്ഞു മാറ്റി ഈ ചിത്രം കാണാൻ ആൾക്കാർ മടിക്കുന്നു എന്നുള്ളതാണ്. തുടരു എന്ന ചിത്രത്തിൻ്റെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത 1, 2, 3 പ്രാവശ്യം ആൾക്കാർ കാണാനിരിക്കുകയാണ്, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പുതിയ ചിത്രങ്ങൾ വരുമ്പം ആൾക്കാർക്ക് ആ ചെറിയ മടുപ്പ് നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടരും ചിത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം റിലീഫ് ആയാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ പിടിച്ചു നീക്കാൻ പറ്റൂ. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ വൈകിയെങ്കിലും സിനിമാ മേഖലയിലുള്ളവർ ഇത് മനസ്സിലാക്കുന്നു. വളരെ നല്ലത്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. അപ്പം തുടരും വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം മറ്റു വീഡിയോ എത്തും വരെ ഓക്കെ, ബൈ.